നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മളുടെ പത്രമാധ്യമങ്ങളോ സോഷ്യൽ മീഡിയയോ ഏതു തന്നെ മാധ്യമങ്ങളുടെ നോക്കിയാലും ഏറ്റവും അധികം നമ്മളെ വ്യാകുലപ്പെടുത്തുന്നതും ആശങ്ക ഉളവാക്കുന്നതുമായ ഒരു വിഷയമാണ് ഇന്ന് കാണുന്ന ഒരു ലഹരി ഉപയോഗവും ഒപ്പം തന്നെ ഇപ്പം ലഹരി വേട്ടയും നന്നായി നടക്കുന്നുണ്ട്. ഈ ലഹരി വേട്ട എന്നുള്ളത് ഈ വളരെ അടുത്ത നാളുകൊണ്ടാണ് ഇപ്പോൾ വളരെ ശക്തമാക്കിയിരിക്കുന്നത്. അതൊരു നല്ല കാര്യം തന്നെ. ഇത്രയും വലിയ ലഹരി വേട്ട ഒരു ദിവസം 230 50 അങ്ങനെ ഓരോ ദിവസം വ്യത്യസ്തമായ ചെറിയ ചെറിയ കേസുകൾ ഓരോ സ്റ്റേഷൻ പരിധിക്കുള്ളിലും പിടിക്കുമ്പോൾ ഇത്രമാത്രം വ്യാപകമായ ലഹരി ഉപയോഗം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെയധികം നമ്മളെ ഞെട്ടിക്കുന്ന ഒരു വിഷയമാണ്. ഈ ലഹരി ഉപയോഗം നേരത്തെ ഉണ്ടായിരുന്നിട്ടും നമ്മളുടെ ആൾക്കാർ അതിനെതിരെ കണ്ണടക്കുകയായിരുന്നോ അതോ കാണാതെ പോവുകയായിരുന്നോ എന്ന് നമ്മൾ ഇപ്പോൾ ചകഞ്ഞ് കണ്ടുപിടിക്കേണ്ട ഒരു വിഷയമല്ല. പക്ഷേ ഇന്ന് ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്. നമ്മളുടെ ഇടയിൽ, നമ്മളുടെ ജനങ്ങളുടെ ഇടയിൽ, പ്രത്യേകിച്ച് നമ്മളുടെ കുഞ്ഞു കുട്ടികളുടെ ഇടയിൽ ആൺ പെൺ വ്യത്യാസമില്ലാതെ ലഹരിയുടെ ഉപയോഗം വളരെ അധികം വർദ്ധിച്ചു വന്നിരിക്കുകയാണ്. ഇതിനെ മുളയിലെ നുള്ളിക്കളയേണ്ട ഒരു സമയം കഴിഞ്ഞിരുന്നു. പക്ഷേ അത് കുറച്ചധികം സമയം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ഇനിയും തന്നെ നമ്മൾ എല്ലാവരും കൈകോർത്ത് നിന്ന് ശക്തമായി അതിനെ പ്രതിരോധിച്ച് അതിനെ ഒഴിവാക്കണം. എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ളത് നമ്മൾ ഉരുക്കുമുഷ്ടികൾ കൊണ്ടൊന്നും അല്ല പ്രതിരോധിക്കേണ്ടത്. വളരെ തന്ത്രപരമായ രീതിയിൽ ഈ ഒരു ലഹരിയുടെ ഉപയോഗത്തിന്റെ ഈ ഭയങ്കരമായ വളർച്ചയെ, ക്യാൻസർ കോശങ്ങൾ വളരുന്നതിനേക്കാളും ശക്തമായ രീതിയിലുള്ള വളർച്ചയെ നമ്മൾ ഒരുമിച്ച് നിന്ന്, രക്ഷിതാക്കളും സുഹൃത്തുക്കളും സഹോദരങ്ങളും ഒരു കുടുംബം ഒരുമിച്ച് നിന്ന് ഇതിനെ ചെറുക്കണം. അവരവരുടെ കുടുംബത്തിൽ നിന്ന് മാത്രം ഇത് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സംസ്ഥാനത്തിൽ നിന്നും ഈ രാജ്യത്തിൽ നിന്ന് തന്നെ ഈ ലോകത്തിന്റെ തന്നെ ഒരു ശാപമായി മാറിയിരിക്കുന്ന ലഹരി ഉപയോഗത്തെ നമുക്ക് ഇല്ലാതാക്കാം. മുൻ സമയങ്ങളിൽ സാധാരണ ലഹരികളുടെ ഉപയോഗം മദ്യമോ കഞ്ചാവോ കണക്കുള്ള ലഹരിയുടെ ഉപയോഗമായിരുന്നെങ്കിൽ ഇന്ന് അത് രാസലഹരിയുടെ ഏറ്റവും മാരകമായ ഉപയോഗത്തിലേക്ക് മാറിയിരിക്കുകയാണ്. രാസലഹരി കൊണ്ടുണ്ടാകുന്ന വളരെ അതിവിദൂരമായ ഒരുപാട് പ്രശ്നങ്ങൾ എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ദിനം പ്രതി കുഞ്ഞുങ്ങൾ അതിന് അടിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുന്നു, കുഞ്ഞുങ്ങളാണ് അതിനടിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നാളെ ഒരു കാലത്ത് ലോകത്തിന്റെ നെറുകയിൽ ഇന്ത്യൻ പതാക പാറിപ്പറക്കുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് എവിടെ ഇന്ത്യയുടെ പ്രസൻസ് ഉണ്ടോ, എവിടെ ഇന്ത്യയുണ്ടോ അവിടെ മലയാളി ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും അധികം തലമുറയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രവണത ലഹരി ഉപയോഗം കേരളത്തിൽ കൂടുതലായി കണ്ടുവരുന്നു. കേരളത്തിലെ ജനങ്ങള് എല്ലാ രീതിയിലും ബുദ്ധിപരമായ ബൗദ്ധികമായ ഉയർച്ച ഉള്ള ആൾക്കാരാണ്. ലോകത്തിന്റെ ഏത് കോണിൽ ചെന്ന് നോക്കിയാലും മലയാളി അവിടെ കാണാൻ സാധിക്കും. മലയാളിയുടെ കഴിവും തൻ്റെ ഇടവും ഊർജ്ജസ്വലതയും ബുദ്ധിപ്രയോഗവും എല്ലാം തന്നെ ലോകത്തിന് തന്നെ അത്ഭുതമായിരിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. അതിനെ മുച്ചൂടും ഇല്ലാതാക്കുവാൻ, ഒരു സംസ്ഥാനത്തെ, ഒരു മനോഹരമായ ഒരു പ്രദേശത്തെ തന്നെ ഇല്ലാതാക്കാൻ പോകുന്ന ശക്തമായ രാസലഹരി പ്രയോഗം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ ചെറുത്തു നിൽക്കുവാൻ കൈകോർക്കണം. ജനങ്ങൾ സർക്കാരിനെയോ സർക്കാർ ജനങ്ങളെയോ രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം പഴിചാരിക്കൊണ്ടോ ഒന്നുമല്ല ഇതിനെ പ്രതിരോധിക്കേണ്ടത്. ഒരു അറസ്റ്റ് നടന്നു കഴിഞ്ഞാൽ അത് ഇന്ന രാഷ്ട്രീയ പാർട്ടിക്കാരനാണെന്ന് പ്രതിയോഗികൾ പറയുകയും അടുത്ത അറസ്റ്റ് നടക്കുമ്പോൾ അത് പ്രതിയോഗിയുടെ പാർട്ടിയിൽപ്പെട്ട ആളാണെന്ന് പറയുകയും പാർട്ടിക്കാർ തമ്മിൽ പത്രസമ്മേളനം വിളിച്ചു കൂട്ടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല വേണ്ടത്. രാഷ്ട്രീയ കണക്കെടുപ്പുകളോ ജനങ്ങളും സർക്കാരും തമ്മിലുള്ള കണക്കെടുപ്പുകളോ അല്ല വേണ്ടത്. സംയുക്തമായ കൂട്ടായ പ്രവർത്തനങ്ങളാണ് ഇവിടെ വേണ്ടത്. അത് ഏറ്റവും ആദ്യം ഓരോ കുടുംബത്തിൽ നിന്ന് തുടങ്ങണം. കുഞ്ഞുങ്ങളുടെ സുഹൃത്ത് വലയം എന്താണെന്ന് നമ്മൾ അറിയണം. അവരുടെ എല്ലാ ദിവസത്തെയും ദിനചര്യകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരുടെ ഓരോ ദിവസത്തെയും ദൈനംദിന കാര്യങ്ങൾ പേരൻസിന്, രക്ഷിതാക്കൾക്ക് എത്രമാത്രം സ്വാധീനം ചെലുത്താൻ സാധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കൊച്ചുകുട്ടികളുടെ റോൾ മോഡൽ എപ്പോഴും രക്ഷകർത്താക്കൾ തന്നെയാണ്. ഈ രക്ഷകർത്താക്കൾ ഏറ്റവും ആദ്യം തന്നെ അവരുടെ ജീവിതശൈലിയെ മറ്റുള്ളവർ ആകർഷിക്കാത്ത രീതിയിൽ മനോഹരമാക്കുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കുഞ്ഞു കുട്ടികൾ കണ്ടു വളരുന്ന ഏറ്റവും ആദ്യത്തെ മുഖങ്ങൾ എന്ന് പറയുന്നത് അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മുഖങ്ങളാണ്. ഈ അച്ഛൻ്റെയും അമ്മയുടെയും മുഖങ്ങൾ
കണ്ടു വളരുന്ന കുട്ടികളുടെ മനസ്സിലേക്ക് ആഴത്തിൽ പതിക്കുന്നത് അവരാകുവാനുള്ള ആഗ്രഹം, അവരെക്കാളും മികച്ചതാകുവാനുള്ളതല്ല. പക്ഷെ കുട്ടികളെ നമ്മളെക്കാളും മികച്ചവരാക്കുവാനുള്ള ഒരാഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മളാകുവാനാണ് കുട്ടികളുടെ ആഗ്രഹം. അങ്ങനെയുള്ള കുട്ടികൾ നമ്മളെ അനുകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയം കഴിഞ്ഞാണ് ഒരു സുഹൃത്ത് വലയങ്ങളിലേക്ക് സ്വാധീനിക്കപ്പെടുന്നത്. ആ സമയം മുതൽ തന്നെ നമ്മളുടെ സ്വഭാവ രീതികൾ, നമ്മളുടെ സ്വഭാവ ഗുണങ്ങൾ എല്ലാം തന്നെ കുട്ടികൾ കണ്ടുപഠിക്കുവാൻ നമ്മൾ അവർക്ക് മുന്നിൽ മാതൃകാപരമായ ഒരു ജീവിതം നയിച്ചു കാണിക്കുക. ഇത് സംബന്ധിക്കുന്ന കൂടുതൽ വിഷയങ്ങളുമായി മറ്റ് എപ്പിസോഡുകളിൽ വീണ്ടും വരുന്നതാണ്. കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ദൈർഘിച്ചു പോകുന്നതുകൊണ്ടാണ്. നിങ്ങൾ ഇനി വരുന്ന മറ്റ് വീഡിയോകൾ കാണുക, പ്രോത്സാഹിപ്പിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.